ഈ മുഹറം 10 വിശദീകരിക്കേണ്ട ഒരു വലിയ ചരിത്ര സംഭവം. ആ സംഭവം ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റും ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയും എന്താ പറയാ പോലീസ് മന്ത്രിയും ഒക്കെ അടങ്ങുന്ന ഒരു ഭരണസമിതി അതിലേക്ക് സൂചനയായി ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പേര് നമുക്കറിയാം, തൂഫാൻ. തൂഫാൻ അതൊരു വലിയ ചരിത്ര സംഭവമാണ്. പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലായി പരിശുദ്ധ ഖുർആനിൽ തൂഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 സ്ഥലങ്ങളിൽ. അത് ഒന്ന് സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് തൂഫാനിനെ പറഞ്ഞത്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഇന്നിപ്പോ മീഡിയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ജുമഅക്ക് ശേഷം സമസാഹിബ് അതിനെ സംബന്ധിച്ചൊക്കെ മീഡിയയുമായി സംവദിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ഖാദിയായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും അടങ്ങുന്ന നമ്മുടെ സയ്യിദ് നേതൃത്വവും ഉലമാ നേതൃത്വവും ഈ പൈശാചികപരമായ ഈ മയക്കുമരുന്നിനെതിരെ ആഞ്ഞടിക്കുവാനും അതിനെതിരെ ഗവൺമെന്റ് കൊണ്ടുവന്ന തൂഫാൻ എന്ന ഈ വലിയ വിഷയത്തിലേക്ക് മഹല്ലിലുള്ള ആളുകളെ ബോധവൽക്കരിച്ച് അതിലൂടെ ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കണമേ എന്ന് നമ്മുടെ നേതാക്കന്മാർ പറയാനും പ്രവർത്തിക്കാനും നമ്മളോട് ആവശ്യപ്പെടുമ്പോ നാം അത് അനുസരിച്ചേ പറ്റൂ. ഒരു വലിയ വിപത്ത് തന്നെയാണത്. വല്ലാത്തൊരു ഇടങ്ങേറിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരൊറ്റ വട്ടം ഉപയോഗിച്ചു പോയാൽ, ശ്രദ്ധിക്കണേ, ഒരൊറ്റ വട്ടം ഉപയോഗിച്ചു പോയാൽ ജീവിത അവസാനം വരെ അത് കിട്ടേണ്ടി വരുന്ന ഒരു ലഹരിയുടെ മാസ്മരിക ലോകത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന പൈശാചികപരമായ ഒരു ചിന്താഗതി.